ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. ചാപ്റ്റർ 19 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിങ്, അതായത് സാമൂഹ്യവൽക്കരണം ഒരു പഠന പ്രക്രിയ എന്ന നിലയിൽ. സാമൂഹ്യവൽക്കരണം നമ്മൾ നേരത്തെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. സോഷ്യലൈസേഷൻ എന്ന പദമാണേൽ, അതായത് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്, സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന ഒത്തിരിയേറെ മാറ്റങ്ങളെയാണ് ആ സാമൂഹ്യവൽക്കരണം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സാമൂഹ്യവൽക്കരണത്തിന് കുറേയേറെ ഏജൻസികളുണ്ട് എന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഫാമിലി സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻ്റാണ്. അതുപോലെ തന്നെയാണ് സ്കൂളുകൾ, അങ്ങനെ എല്ലാ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ സാമൂഹ്യവൽക്കരണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ആ സാമൂഹ്യവൽക്കരണം എന്ന പദം ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്നാണ് സാമൂഹ്യവൽക്കരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് എൻകൾച്ചറൈസേഷൻ? എന്താണ് എൻകൾച്ചറേഷൻ? എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സാംസ്കാരിക വശങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറ പഠിക്കുന്ന പ്രക്രിയയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് സാംസ്കാരിക വശങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ആ രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ഏജ് ഇൻ വിച്ച് എ ചൈൽഡ് അക്വേഴ്സ് പേഴ്സണാലിറ്റി ട്രയൽസ്? അതായത് വ്യക്തിപരമായ പ്രത്യേകതകൾ ഒരു കുട്ടി പഠിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? വ്യക്തിപരമായ പ്രത്യേകതകൾ ഒരു കുട്ടി പഠിച്ചു തുടങ്ങുന്നത് 3 മുതൽ 8 വയസ്സ് വരെയാണ്. ഒരു കുട്ടി വ്യക്തിപരമായ പ്രത്യേകതകൾ ആർജിച്ചെടുക്കുന്നത്, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുട്ടി വ്യക്തിപരമായ കുറേ പ്രത്യേകതകളെല്ലാം ആർജിച്ചെടുക്കുന്നത് 3 മുതൽ 8 വരെയുള്ള പ്രായത്തിലായിരിക്കും. പിന്നെ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻകൾച്ചറേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. എൻകൾച്ചറേഷനും സാമൂഹ്യവൽക്കരണവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഒരു തലമുറയുടെ സാംസ്കാരിക വശങ്ങളും രീതികളുമൊക്കെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നു. സിമ്പിൾ അല്ലേ? ഒരു തലമുറയുടെ സാംസ്കാരിക വശങ്ങളും രീതികളും എല്ലാം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇതുവഴി പുതിയ രീതികൾ തലമുറകൾ തോറും കൈമാറ്റം ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ചും സാംസ്കാരികവും മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ, നമ്മുടെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന പല പല മൂല്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറാറുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം സാംസ്കാരിക വശങ്ങൾ പിന്തുടരാനും അതോടൊപ്പം അവ നിലനിർത്താനും എൻകൾച്ചറേഷൻ സഹായിക്കുന്ന, സമൂഹത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ എൻകൾച്ചറേഷൻ വഴിയാണെങ്കിൽ നമ്മൾ പണ്ടുതൊട്ടേ നമുക്കുണ്ടായിരുന്ന മൂല്യങ്ങളും ആചാരങ്ങളും ഒക്കെ ആണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സാമൂഹ്യവൽക്കരണം പൂർണ്ണ തലത്തിലെത്തണമെങ്കിൽ എൻകൾച്ചറൈസേഷൻ കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എൻകൾച്ചറേഷനിലാണ് നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? എന്താണ് സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹ്യവൽക്കരണം? അതായത് ഒറ്റ വാക്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ജീവിയെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. സമൂഹത്തിലുള്ള ആളുകളെ, അവരുടെ രീതികളെ എല്ലാം വാർത്തെടുക്കുന്ന ഒരു സാംസ്കാരികമായിട്ടും മൂല്യപരമായിട്ടും ഒക്കെ ആണെങ്കിൽ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ശിശു ലോകത്തിൽ ജനിക്കുന്നത് ഒരു ജൈവ വസ്തുവായിട്ടാണ്. അതിന് മൃഗീയമായ ആവശ്യങ്ങളുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്നവർക്കൊക്കെ അവരുടേതായ ആവശ്യങ്ങളുണ്ട്. ആ ശിശു പതുക്കെ സാമൂഹ്യ ജീവിയായി വാർത്തെടുക്കപ്പെടുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് വീണ് കഴിയുമ്പോഴത്തേക്കിന് അവന് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ആർജിച്ചെടുക്കുമ്പോഴത്തേക്കിന് അവൻ എന്തായിത്തീരുന്നു? ഒരു സാമൂഹ്യ ജീവിയായിട്ട് അവനെ വാർത്തെടുക്കുന്നു. അവർ പ്രവർത്തിക്കുന്നതിനും അനുഭവിക്കുന്നതിനും സാമൂഹ്യ രീതികൾ പഠിക്കുന്നു. അവന് സമൂഹത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നു. സാമൂഹ്യ ജീവിയെ വാർത്തെടുക്കുന്ന പ്രക്രിയ എന്നാണ് ഇത്? സാമൂഹ്യ ജീവിയെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. സംസ്കാരത്തിന് നിലനിൽക്കാനാവില്ല, വ്യക്തിക്ക് ആളാകാനും സാധ്യമല്ല. ഈ സാമൂഹ്യവൽക്കരണം ഇല്ലാതെ സംസ്കാരത്തിന് നിലനിൽക്കാനുമാകില്ല, വ്യക്തിക്ക് ആളാകാനും ഒന്നും സാധ്യമില്ല. വ്യക്തികളെ വളർത്തി നല്ലതാക്കി തീർക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? ഈ സാമൂഹ്യവൽക്കരണം ആവശ്യമാണ്. അടുത്തത്, ഡിഫൈൻ സോഷ്യലൈസേഷൻ. അതായത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ നിർവചനം. ഒറ്റ വാക്കിൽ സാമൂഹ്യവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. അതായത് ഓരോ വ്യക്തിയും അവൻ താമസിക്കുന്ന ആ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട്, അല്ലെ ആ ഗ്രൂപ്പുമായിട്ടൊക്കെ ആണെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി
അടുത്തത് എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ഓഫ് ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹ്യവൽക്കരണ പ്രക്രിയയ്ക്ക് കുറേയധികം ഘടകങ്ങളുണ്ട്. ഒരു 4 ഘടകങ്ങൾ മെയിനായിട്ടുണ്ട്. ആ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ സാമൂഹ്യവൽക്കരണം സമൂഹത്തിൽ നടക്കണമെങ്കിൽ അതിന് 4 ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒന്നാമത്തത് അനുകരണം, രണ്ടാമത്തത് ഊഹിക്കൽ, മൂന്നാമത്തത് തിരിച്ചറിയൽ, നാലാമത്തത് ഭാഷ. അപ്പോൾ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ ഘട്ടങ്ങളാണിത്. സംഘത്തിൻ്റെ മാനദണ്ഡങ്ങൾ, ശീലങ്ങൾ, ആശയങ്ങൾ എന്നിവ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ഈ പഠന പ്രക്രിയയിൽ 4 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുക, സമൂഹത്തിലുള്ള ആളുകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹ്യവൽക്കരണത്തിന് 4 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? അനുകരണം. മറ്റ് സമൂഹങ്ങളെ നമ്മൾ അനുകരിക്കുക, മറ്റുള്ളവരുടെ ആശയങ്ങളെ നമ്മൾ അനുകരിക്കുന്നു. പിന്നെ എന്താണ്? ഊഹിക്കൽ. നമ്മൾ പല കാര്യങ്ങളും ഊഹിച്ച് എടുത്ത് ചെയ്യാറുണ്ട്. പിന്നെ തിരിച്ചറിയൽ, സംസ്കാരങ്ങൾ തമ്മിൽ തിരിച്ചറിയുക. പിന്നെ ഭാഷ. ഇത്രയൊക്കെയാണ് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം? ഇതൊരു 5 മാർക്കിൻ്റെ എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? സാമൂഹ്യവൽക്കരണത്തിന് ശരിക്കും 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് എന്താണ്? ശൈശവവൽക്കരണം ഘട്ടം, ശൈശവ സാമൂഹ്യവൽക്കരണം എന്ന് പറയാറുണ്ട്. ഒന്നാമത്തത് ഇൻഫാൻറ്റ് സോഷ്യലൈസേഷൻ, രണ്ടാമത്തത് ചൈൽഡ് സോഷ്യലൈസേഷൻ, അതായത് ബാല്യ സാമൂഹ്യവൽക്കരണം, മൂന്നാമത്തത് അഡോലസൻ്റ് സോഷ്യലൈസേഷൻ, അതായത് കൗമാര സാമൂഹ്യവൽക്കരണം, നാലാമത്തത് അഡൽട്ട് സോഷ്യലൈസേഷൻ, അതായത് യൗവന സാമൂഹ്യവൽക്കരണം. അതായത് മനുഷ്യൻ്റെ ആ ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവന് ശൈശവത്തിൽ അവൻ്റെ സാമൂഹ്യവൽക്കരണം നടക്കുന്നത് എങ്ങനെയാണ്, ബാല്യകാലത്തിൽ അവൻ്റെ സാമൂഹ്യവൽക്കരണം എപ്രകാരമാണ്, കൗമാരകാലത്ത് അവൻ്റെ സാമൂഹ്യവൽക്കരണം എപ്രകാരമാണ്, യൗവനകാലത്ത് എങ്ങനെയാണ് സാമൂഹ്യവൽക്കരണം. ഇതാണ് ഇവിടെ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സാമൂഹ്യവൽക്കരണത്തിൻ്റെ ശൈശവ സാമൂഹ്യവൽക്കരണമാണ്. ശൈശവ സാമൂഹ്യവൽക്കരണം ശൈശവഘട്ടത്തിൽ ശിശു അത് ജീവിക്കുന്ന സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നതും ആ സാഹചര്യങ്ങളുമായി ഇടപഴകുന്നതും വളരെ പരിമിതമായ തോതിലാണ്. ശിശുക്കൾക്ക് എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാലമാണിത്. അപ്പോൾ സാമൂഹ്യവൽക്കരണ കാലഘട്ടം ആദ്യ കാലഘട്ടമാണ്. എന്താണ്? ശൈശവ സാമൂഹ്യവൽക്കരണം. ഈ ശൈശവ കാലഘട്ടത്തിൽ ശിശുവായിരിക്കുന്ന കുഞ്ഞ് എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അവൻ്റെ സാമൂഹ്യവൽക്കരണം വളരെ പരിമിതവുമാണ്. അവന് കുറച്ച് ലോകമായിട്ട് പരിചയമുള്ള അവൻ്റെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ തൊട്ടടുത്തുള്ളവരുമായിട്ട് മാത്രമേ, അവനുമായിട്ട് അടുപ്പമുള്ളവരെ മാത്രമേ അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതാണ് ശൈശവ സാമൂഹ്യവൽക്കരണം. സാമൂഹ്യവൽക്കരണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ബാല്യ സാമൂഹ്യവൽക്കരണം. അതായത് അയൽപക്കക്കാരുമായി ഇടപഴകാൻ തുടങ്ങുന്നതോടുകൂടി കുട്ടി സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ തുടങ്ങുന്നു. ബാല്യകാലഘട്ടത്തിൽ കുട്ടി അടുത്ത വീടുകളിലേക്കൊക്കെ പോവുകയും അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നു. പിന്നെ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കാലഘട്ടവുമാണിത്. അപ്പോൾ അവിടെ നിന്നും പുതിയ പുതിയ സുഹൃത്തുക്കളെ കുട്ടി സമ്പാദിക്കുന്നു. ഈ കാലഘട്ടം സാമൂഹ്യവൽക്കരണം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അടുത്തത് കൗമാര സാമൂഹ്യവൽക്കരണമാണ്. കൗമാര സാമൂഹ്യവൽക്കരണം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം കുട്ടി 13 മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് കുട്ടിയെ സംബന്ധിച്ച് കൗമാര സാമൂഹ്യവൽക്കരണം നടക്കുന്ന ഘട്ടം. ഈ ഘട്ടത്തിലാണ് ശരിക്കും പിരിമുറുക്കങ്ങളുടെ കാലഘട്ടം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കുട്ടിയിൽ നിന്ന് ഏറ്റവും ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുവാൻ സാധ്യത കുട്ടിക്കാലത്തും ആരംഭകാലത്തുമാണ്. ഇത് ശരിക്കും പിരിമുറുക്കങ്ങളുടെ കാലഘട്ടമെന്നും നമ്മൾ അറിയപ്പെടുന്നു. കൗമാര സാമൂഹ്യവൽക്കരണത്തിൽ കുട്ടി സമപ്രായക്കാരുടെ വലിയ സ്വാധീനത്തിന് വിധേയമാകുന്നു. ഈ കാലഘട്ടം എന്ന് പറയുമ്പം കുട്ടിക്ക് പിയർ ഗ്രൂപ്പ് രൂപപ്പെടുന്നു. അതായത് സമപ്രായക്കാരുടെ സാമൂഹ്യ വലയത്തിൽ കുട്ടി അകപ്പെട്ടു പോകുന്നു. കുട്ടിക്ക് എല്ലാവരെക്കാട്ടിലും ഏറ്റവും താല്പര്യം അവൻ്റെ ഫ്രണ്ട്സിനോട് കൂടി കളിക്കാനും ഫ്രണ്ട്സിനോട് കൂടി ഇരിക്കാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. എപ്പോഴും അവൻ കൂടുതലും സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗവന സാമൂഹ്യവൽക്കരണ കാലഘട്ടമാണ്. യൗവന സാമൂഹ്യവൽക്കരണ കാലഘട്ടം. യൗവന സാമൂഹ്യവൽക്കരണം പ്രത്യക്ഷത്തിലുള്ള അല്ലെങ്കിൽ പ്രകടമായ പെരുമാറ്റത്തിലേക്ക് വരുന്ന ഘട്ടമാണിത്. യൗവന സാമൂഹ്യവൽക്കരണം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിലുള്ള അല്ലെങ്കിൽ പ്രകടമായ പെരുമാറ്റത്തിലേക്ക് മാറുന്ന ഘട്ടം.
ഈ കാലഘട്ടത്തിലാകുമ്പോഴത്തേനും കുറച്ചും കൂടി മുതിർന്ന ഒരു കാലഘട്ടം, കുറച്ച് കൂടുതൽ തീരുമാനങ്ങൾ, കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ യൗവന സാമൂഹ്യവൽക്കരണ കാലഘട്ടം. ചില പ്രത്യേക ജോലികൾ ചെയ്യുന്നതിന് യൗവനത്തിലുള്ളവർ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു. പലതരത്തിലുള്ള ജോലികൾ, പലതരം ഗ്രൂപ്പുകൾ ഫോർമേഷൻ ചെയ്യൽ ഒക്കെ നമുക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വന്നു ചേരുന്നത് നമുക്കാണെങ്കിൽ ഈ യൗവന കാലഘട്ടത്തിലാണ്. അങ്ങനെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ 4 ഘട്ടങ്ങളെ നമ്മൾ കണ്ടു. അതായത് സാമൂഹ്യവൽക്കരണം ഒരു വ്യക്തിയിലൂടെ നടന്നു പോകുന്നത് ഈ 4 ഘട്ടങ്ങളിലൂടെയാണ്. ശിശുവായിരിക്കുമ്പോൾ അവൻ വീട്ടിലുള്ള ആളുകളുമായിട്ട് സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു. പിന്നെയാണെങ്കിൽ ബാല്യകാലഘട്ടത്തിൽ അവൻ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നു. കൗമാര കാലഘട്ടത്തിലെത്തുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ പിരിമുറുക്കങ്ങളുടെ കാലഘട്ടം, അവൻ മുതിർന്നതാണോ കുട്ടിയാണോ എന്നൊക്കെ ഒരു ചിന്താഗതി ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകും. അതുപോലെ തന്നെയാണെങ്കിൽ കൂടുതലും സുഹൃത്തുക്കളുമായിട്ട് ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകാനും അവരുമായിട്ട് സമയം പങ്കുവെക്കാനും ഒക്കെ നമ്മൾ താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടം. യൗവന കാലഘട്ടത്തിലെത്തിക്കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടേതായ ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്നു. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ വേരിയസ് ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. ഇത് 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാമൂഹ്യവൽക്കരണത്തിലുള്ള ഏജൻസികളെക്കുറിച്ച് വിവരിക്കുക. ഈ 2 ക്വസ്റ്റ്യനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഘട്ടങ്ങൾ, അതുപോലെ തന്നെയാണെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികൾ. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികളെക്കുറിച്ച്, സാമൂഹ്യവൽക്കരണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1 വയസ്സിൽ തുടങ്ങി 2 വയസ്സിൽ തീരുന്ന ഒരു പ്രക്രിയയല്ല, അത് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. മരണമുഹൂർത്തത്തിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. ഒരു സാമൂഹ്യവൽക്കരണത്തിന് സാംസ്കാരികമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചില ഏജൻസികളെ പറ്റി താഴെ പറയുന്നു. അപ്പോൾ കുടുംബമാണ് ഒന്നാമതായിട്ട് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ആദ്യത്തെ ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഫസ്റ്റ് ആരാണ്? കുടുംബമാണ്. സാമൂഹ്യവൽക്കരണം നടക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ് നടക്കുന്നത്. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. സാമൂഹ്യവൽക്കരണ പ്രക്രിയ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അമ്മയാണ് കുട്ടിയെ വൽക്കരിക്കുന്ന ആദ്യത്തെ പ്രതിനിധി. അമ്മയാണ് കുട്ടിയിലേക്ക് അമ്മയുടെ സ്വഭാവ ഗുണങ്ങളും അമ്മയുടെ രീതികളും ഒക്കെയാണ് കുട്ടികളിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അമ്മയാണ് കുട്ടിയെ സാമൂഹ്യവൽക്കരണത്തിന് പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾ ശിശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഗണത്തിൻ്റെ സംസ്കാരം പഠിപ്പിക്കുന്നു. ഒരു പെൺകുഞ്ഞാണേലും ആൺകുഞ്ഞാണേലും ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ഗണം എന്ന് ഉദ്ദേശിക്കുന്ന കൂട്ടം, കുടുംബം എന്നൊക്കെയാണ്. ആ കുടുംബത്തിൻ്റെ സംസ്കാരം പഠിപ്പിക്കുന്നു. ഓരോ കുടുംബക്കാർക്കും അവരുടേതായ സംസ്കാരങ്ങളും അവരുടേതായ രീതികളും ഒക്കെ കാണും. അതെല്ലാം പഠിപ്പിച്ചെടുക്കുന്നത് നമ്മൾ കുടുംബത്തിൽ നിന്നാണ്. ശിശു ആദ്യം ആർജിക്കുന്ന സംസ്കാരവും അതുതന്നെയാണ്. ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ കുടുംബത്തിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സ്വാധീനത്തിന് വിധേയമാകുന്നു. അവനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കുടുംബമാണ്. കുടുംബം അവനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നു. കുടുംബവും പരിസരവുമാണ് ഒരു കുട്ടിയെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ആദ്യ ഘടകം. അടുത്തത് സമപ്രായക്കാർ. ഇപ്പോൾ സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സമപ്രായക്കാർ. സ്കൂളിലും കളിസ്ഥലങ്ങളിലും തെരുവുകളിലുമൊക്കെ ഒപ്പമുള്ളവരാണ് കൂട്ടുകാർ അഥവാ സമപ്രായക്കാർ. അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെയുള്ളവരെയാണ് നമ്മൾ കൂട്ടുകാരെന്ന് പറയുന്നത്, അല്ലെ സമപ്രായക്കാരെന്ന് പറയുന്നത്. അവരുമായിട്ട് കളിക്കാനാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഒരാൾ മുതിർന്നു വരുന്നവരിൽ നിന്ന് പഠിക്കുന്നതിലേറെ സമപ്രായക്കാരിൽ നിന്ന് പഠിക്കുന്നു. കുഞ്ഞായിരിക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളും കുട്ടികൾ പഠിച്ചെടുക്കുന്നത് അവരവരുടെ കൂട്ടുകാരിൽ നിന്നാണ്. ഇനി അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. സംസ്കാരം ഔപചാരികമായി സംക്രമിക്കപ്പെടുന്നതും ആർജിക്കപ്പെടുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതായത് നമുക്ക് സംസ്കാരം ഉണ്ടാകുന്നത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന മറ്റൊരു സാമൂഹ്യവൽക്കരണ ഏജൻസിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അധ്യാപകരിൽ നിന്ന് കുട്ടി ആർജിക്കുന്ന ആശയങ്ങളും വൈവിധ്യങ്ങളും അവർ സമൂഹത്തിൽ പക്വതയുള്ള അംഗങ്ങളായി വളരാനായിട്ട് സഹായിക്കുന്നത്. നമ്മളെ സമൂഹത്തിൽ പക്വതയുള്ളവരും നല്ല പെരുമാറ്റമുള്ളവരും നല്ലവരും ഒക്കെ ആക്കി തീർക്കുന്നത് അധ്യാപകരിൽ നിന്ന് കുട്ടികൾ ആർജിക്കുന്ന കഴിവുകളാണ്. സ്കൂളിലെ നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിക്കാനും കുട്ടികൾ പഠിക്കുന്നു. ഇതുവഴിയായിട്ട് സ്കൂളിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം അനുസരിക്കാൻ സ്കൂളിൻ്റെ നിയമങ്ങൾ, സ്കൂളിൻ്റെ രീതികളെല്ലാം അനുസരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതും അങ്ങനെ അവർ സാമൂഹ്യവൽക്കരണത്തിന് പ്രാപ്തരായി തീരുന്നതും എഡ്യൂക്കേഷനിലൂടെയാണ്. പിന്നെ അടുത്തത് ബഹുജന മാധ്യമങ്ങൾ ആശയവിനിമയം.
ഈ രണ്ട് ഘടകങ്ങളും ബഹുജന മാധ്യമങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയത്തിലൂടെയൊക്കെ സാമൂഹ്യവൽക്കരണം സാധ്യമാകുന്നു. ദിനപത്രങ്ങൾ, ആനുകാലികങ്ങൾ, പാഠപുസ്തകങ്ങൾ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവ നമ്മെ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്നു. അവ നമ്മുടെ സമീപനങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നു. മാധ്യമങ്ങൾക്കും അവയിലൂടെ ആർജിക്കുന്ന വിവരങ്ങൾക്കും ആധുനിക സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാം നമ്മുടെ സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ മതം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. റിലീജിയൻ, അതും സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. മതം ശിശുവിൽ അറിയപ്പെടാത്തതിനെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കുന്നു. ഈ ഭയം അവനെ ഒരു സവിശേഷ രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്നു. ആ മതത്തിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നും നമുക്ക് മോക്ഷം കിട്ടുമെന്നും ഒക്കെയുള്ള ചിന്താഗതികളാണ് എല്ലാ മതത്തിലുമുള്ളത്. അപ്പം പിന്നെ സത്യസന്ധമായിട്ടിരിക്കുക, ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ, ആരെയും കൊല്ലരുത്, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ മതത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ആ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുകയും അത് സാമൂഹ്യവൽക്കരണത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ അടുത്താണ് നിയമം. ആധുനിക സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായ ഔപചാരികമായ ഉപാധിയാണ് നിയമം. നിയമങ്ങൾ അനുസരിക്കാൻ ഏതൊരു പൗരൻ്റെയും കടമയാണ്. നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും കടമയാണ്. അങ്ങനെ ചെയ്യുക വഴി സാമൂഹ്യവൽക്കരണം നടക്കുന്നു. ഒത്തിരിയേറെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് സമൂഹത്തിൽ ചിട്ടയും അടക്കവും ഒതുക്കവും എല്ലാം ഉണ്ടാകുന്നത്. അതും സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങൾ ദീർഘകാലമായി നിലനിന്ന് വരുന്ന സാമൂഹ്യ നിയമങ്ങളാണ് ആചാരങ്ങൾ. ആചാരങ്ങൾ ലംഘിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിന് ഇടയാക്കുന്നുവെന്നും അത് കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കുമെന്നും കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും സാമൂഹ്യവൽക്കരണത്തിന് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ദീർഘകാലമായി നിലനിൽക്കുന്ന സാമൂഹ്യ നിയമങ്ങളാണ് ആചാരങ്ങൾ. ആചാരങ്ങൾ ലംഘിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിന് ഇടയാകും. അതുകൊണ്ട് തന്നെയാണെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആചാരങ്ങൾ പാലിക്കുകയും അതും സാമൂഹ്യവൽക്കരണത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ സാമൂഹ്യവൽക്കരണത്തിന് ഉള്ള ഘടകങ്ങളെക്കുറിച്ച് സാമൂഹ്യവൽക്കരണത്തിന് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കുടുംബമാണ്. രണ്ടാമത്തെ സമപ്രായക്കാരാണ്. പിന്നെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പിന്നെ മാസ് മീഡിയാസ്, കമ്മ്യൂണിക്കേഷൻസ്, അതായത് ബഹുജന മാധ്യമങ്ങൾ, ആശയവിനിമയം. പിന്നെ മതം, നിയമം, കീഴ്വഴക്കങ്ങൾ, ഇതെല്ലാം നമ്മളെ എന്തിനു സഹായിക്കുന്ന ഏജൻറ്റുകളാണ്? സാമൂഹ്യവൽക്കരണത്തിന് സഹായിക്കുന്ന ഏജൻറ്റുകളാണ്. ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യലൈസേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിസ്കസ്. അതായത് എന്താണ്? വ്യക്തിത്വ വികസനത്തിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ കടമകൾ എന്തെല്ലാമെന്ന് വിവരിക്കുക. വ്യക്തിത്വ വികസനത്തിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ കടമകൾ. പ്രായപൂർത്തിയായ ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ അയാളുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിൽ പൊരുത്തപ്പെടലിൻ്റെ ഒരു പുതിയ പരമ്പര തന്നെ ആവശ്യമായി വരുന്നു. ദമ്പതികൾക്ക് അരോചകമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നിരിക്കാം. പരസ്പരം പൊരുത്തപ്പെടുന്നതിൽ അവർ വിയോജിച്ചുവെങ്കിലും ഇരുവർക്കും കൂടുതൽ സാമൂഹ്യവൽക്കരണം ഉണ്ടാകുന്നു. സാമൂഹ്യവൽക്കരണം പരാജയപ്പെട്ടാൽ ദാമ്പത്യ ദുഃഖവും വിവാഹമോചനവും മറ്റുമായിരിക്കും ഫലമായിട്ട് ലഭിക്കുന്നത്. അപ്പം എന്താണ് വ്യക്തിത്വ വികസനത്തിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ കടമ എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ വികസനത്തിൽ, അപ്പോൾ സമൂഹത്തിലെ വ്യക്തികളാണെങ്കിൽ കുടുംബമായിട്ട് കഴിയുമ്പോഴാണ് സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. അങ്ങനെ സാമൂഹ്യവൽക്കരണം നടക്കുമ്പോൾ അവിടെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവയെല്ലാം തരണം ചെയ്ത് പോകുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? സാമൂഹ്യവൽക്കരണം നടക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ നല്ലൊരു ചാപ്റ്ററാണ്, വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ. എല്ലാ കുട്ടികളും ഗൈഡൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പം നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക, പിന്നെ ക്ലാസ് കേൾക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇനി അധികം സമയങ്ങളൊന്നും ഇല്ലല്ലോ. ഏപ്രിൽ മാസത്തിൽ എക്സാം ഉണ്ടാകും ഫസ്റ്റ് തന്നെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സോഷ്യോളജിയൊക്കെ 3-4 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക ഗൈഡ്. അത്രയും മാത്രം ചെയ്താൽ മതി. മനസ്സിലാക്കി പഠിച്ച് എഴുതുക.